അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു വഴിയുണ്ട്, അപ്പുറത്തേക്ക് നടന്നു പോകാം. ഇവിടെ ഇനിയിപ്പോൾ ബീച്ചിലേക്കാണ് വഴി പോകണേന്ന് പറയുമ്പോഴല്ല, എന്തായാലും ഒന്ന് നടന്നു നോക്കാം. അങ്ങോട്ട് വഴി പോകുന്നുണ്ട്, ഒന്ന് പോയി നോക്കാം. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡോൺ ബോസ്കോ ഒഡെക്സൽ. ഇത് അങ്ങനെ ഒരു ബീച്ച് ഉണ്ട് തോന്നുന്നു. ഇതാണ് അവിടെ നോക്കുമ്പോൾ കണ്ടത്. ഇവിടെ ഒരു ചെറിയ ബീച്ചുണ്ട്. ഇത് ഈ മലയിൽ അങ്ങനെ ഇപ്പോൾ കയറി പോകണം. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ചില്ലറ ഹൈറ്റാണത്. ഓരോരുത്തരും അടിപൊളി പട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു വെള്ളപ്പട്ടിയൊക്കെ ആയിട്ട് വരുന്നത് നടക്കുന്നുണ്ട്. വെള്ളപ്പട്ടീനെ ഒന്ന് എടുത്തു വിട്ടേക്കാം. ഒരു വെള്ളപ്പട്ടിയൊക്കെ ആയിട്ട് എടുത്തു വേണ്ടി. ഒരുത്തൻ്റെ ഒരു പട്ടി. ഇതൊരു ഹോട്ടലൊക്കെ ആണ്. പോയി നോക്കാം എന്തായാലും. ഇത് ബീച്ചിനെ കൂടെ പോണേ. എന്തായാലും പോയി നോക്കാം. വെള്ളത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴിയുണ്ടെന്ന് അറിയാൻ പാടില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. അവിടെ പോകണമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഇതിവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ പോയി നോക്കാം. ചെറിയ വഴിയുണ്ട് തോന്നുന്നു. बीच की तरफ जाने के लिए रास्ता है क्या? बीच की तरफ इधर से जा सकते हैं. ഇവിടെ ചെറിയൊരു വഴിയുണ്ട് കേട്ടോ. അത് അവരുടെ വീടുകളാണെന്നോ അപ്പുറേക്ക്. ഇവിടെ ചെറിയൊരു വഴി വന്നിട്ടുണ്ട്. ഒരു ചെറിയ വഴി കൂടെയാണ് ഇറങ്ങാനായിട്ട്. ഇത് നമ്മൾ അപ്പുറം ഇതിൻ്റെ അപ്പുറയാണ് നമ്മളിരുന്നത്. കുഴപ്പമില്ല കേട്ടോ. എന്നാൽ ഇത് അവിടത്തേക്കും കുറച്ചുകൂടെ നല്ല സ്ഥലമാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ കാണാൻ കൃത്യമായിട്ട്. അപ്പുറം കാണുന്നതാണ് ദാബോളിയം എയർപോർട്ട്. ഇവിടെ ആകുമ്പോഴേക്കും കുറച്ച് കല്ലൊക്കെ ഉണ്ട്. ഇരിക്കാനാണെങ്കിലും കുറച്ചുകൂടെ മരമൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ്. അവിടെ ഒരു ഇടുങ്ങിയ സ്ഥലമായിരുന്നു. അതിൻ്റെ അപ്പുറം വേറൊരു പ്രോപ്പർട്ടി ആയിരുന്നു. ഇവിടെ ഇച്ചിരിയോടെ നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെ ചെറിയ ദ്വീപുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ദ്വീപാണോ അതോ ഷിപ്പാണോ? ദ്വീപൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചൂണ്ടിടാൻ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണം. ഇതിൻ്റെ പേരാണ് ഓസ്ഡലോ അങ്ങനെ കണ്ടെന്ന് തോന്നുന്നു. ഞാനത് നോക്കിയിട്ട് വന്നായിരുന്നു. ഇപ്പോൾ അവിടെ എഴുതിച്ചാണ് മറന്നു ചെയ്തു. എന്തായാലും ഓകുട്ടിയുള്ളൊരു പേരാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു ബീച്ച് എന്നൊക്കെ പറയാം. ഇത്ര ശക്തമായ തിരമാലയൊന്നുമല്ല. എന്നാലും ഇതുണ്ടോ ഇവിടെ കടലിൽ കയറി കിടക്കുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് അകത്തേക്ക് ഉണ്ടോ അവിടം വരെ എയർപോർട്ട് ആ സൈഡ്. അത് കഴിഞ്ഞിട്ട് കടലിൽ കയറി കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ശക്തമായ തിരമാലയില്ല, എന്നാലും തിരമാലയുണ്ട്. പിന്നെ കുറച്ച് വെട്ടലിൻ്റെ കുറച്ച് പാറകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഹോട്ടലാണ് തോന്നുന്നു. അതിൽ ഇങ്ങനെ പോണേ അപ്പുറത്തെ കടയിലെ വഴി ഉണ്ടായി. സൺസെറ്റൊക്കെ ആവാറായി വരുന്നുണ്ട്. അവിടെ അറമ്പോളിലങ്ങ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു.
നമുക്ക് ജോലി ഇവിടെയാണല്ലോ. ഇന്ന് വേണി ഞങ്ങൾ ആയിരുന്നു, ഇന്നലെ പോയതായിരുന്നു, സമയം ഉണ്ടായിരുന്നു. തിരിച്ച് രാത്രി രാവിലെ വന്നാൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് അവിടെ കുത്തിപ്പൊങ്ങി വരണം. അതാ വണ്ടി കിടന്നിട്ട് വേണം പോവാൻ. പക്ഷേ നല്ല ബീച്ചൊക്കെ തന്നെ. ചെറിയൊരു ഈവനിങ് ഒക്കെ നമുക്ക് വരാം. നമുക്കിപ്പോൾ അവിടെ ഇവിടെ ഈ സൈഡിലുള്ളപ്പോൾ അവിടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ വൈകുന്നേരമൊക്കെ നടന്നു വരാവുന്നേ ഉള്ളൂ. വലിയ ഒരുമാരില്ല, എന്നാലും കുളിക്കാനൊക്കെ പറ്റുന്ന വെള്ളം കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കേട്ടോ. എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല. കാണാനും വലിയ കടല്, അത് ജസ്റ്റിങ് കയറി കിടക്കുന്നുള്ളൂ. അത് അവിടെ ഒരു എക്സ്റ്റൻഷനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് കടൽ തന്നെയായിരുന്നു. പക്ഷേ അത് അവിടെ ഇങ്ങനെ കുറച്ച് കരഭാഗം അങ്ങോട്ട് കയറി കിടക്കുന്നതാണ്. എയർപോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വാസ്കോ ഒക്കെ അവിടെയാണ്. ഇതാണ് സംഭവം. മീൻ പിടിക്കാൻ വേണ്ടി ആൾക്കാർ ബോട്ടൊക്കെ കൊണ്ടിടുന്ന സ്ഥലമാണ്. കാണാനൊരു സ്ഥലമൊക്കെ രസമൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് മരമൊക്കെ കാണാനേ കുറച്ചുകൂടെ രസമുണ്ട് കാണാൻ. ഇവിടെയൊക്കെ അത് പ്രോപ്പർട്ടിക്ക് മീൻപിടുത്തൊക്കെ ഉണ്ടെന്ന് കേട്ടോ. മതി കവറൊക്കെ ഉണ്ട്. ചൂണ്ടിടാൻ വേണമെങ്കിൽ പറ്റും. പക്ഷെ നല്ല ചൂണ്ട വേണമെന്നുള്ളൂ. കല്ലായിരിക്കും ഉടക്കി പോകുമെന്ന് പറയുന്നത്. എന്നാൽ ശരി.